ഹലോ എം ബി ആസ്പിരൻസ് 2026 നിങ്ങൾ എം ബി എക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യേണ്ട ഒരു പരീക്ഷയാണ് എക്സാക്ട് സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫ്രീ ലേണിംഗ് ഗ്രൂപ്പിൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലേൺ ചെയ്യാം, പഠിക്കാം. ഇടയ്ക്കോടൊപ്പം തന്നെ നമുക്ക് CAT, CUT, PG തുടങ്ങി എൻട്രൻസുകൾ എഴുതി MBAക്ക് അടുത്ത വർഷം അഡ്മിഷൻ നേടാം. ഓക്കെ, അപ്പോൾ കമ്മിങ് ബാക്ക് ടു ടോപ്പിക്, നമ്മൾ ഇന്ന് പറയുന്നത് സാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതാണ്. അപ്പോൾ എന്താണ് സാറ്റ് അല്ലെങ്കിൽ സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. പ്രധാനമായിട്ട് നമുക്കറിയാം സാമിയുടെ ബേസിൽ XLRI എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാറ്റ് എന്ന് പറയുന്ന സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 75 വർഷത്തിന് മുകളിലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ XLRI അല്ലെങ്കിൽ XAMA. ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. XLRI എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കഴിഞ്ഞ 75 വർഷമായിട്ട് ഈ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഏകദേശം 250 മുകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിൽ ഇന്ന് MBA പ്രോഗ്രാമിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാറ്റ് എന്ന് പറയുന്ന എക്സാം കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സ്കോർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സാറ്റ് എന്ന് പറയുന്ന എക്സാം എന്താണ്, അതിൻ്റെ എക്സാം പാറ്റേൺ എന്താണ്, സിലബസ് എന്താണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ വീഡിയോയിൽ പറയും. ഏറ്റവും ആദ്യം നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ കേസ് നമുക്ക് ഡീൽ ചെയ്യാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡേറ്റ്സ് എന്താണ്. ഒന്ന്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നത് ജൂലൈ 10-നാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നത് ജൂലൈ 10-നാണ്. ആപ്ലിക്കേഷൻ ഡിസംബർ 5-ലേക്കാണ്. ഈ വർഷം ഡിസംബർ 5, 2025 ഡിസംബർ 5 വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് അന്ന് വരെ അപ്ലൈ ചെയ്യാം. അഡ്മിറ്റ് കാർഡ് ഡിസംബർ 20-ലേക്ക് വരും. എക്സാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം, എക്സാം ജാനുവരി 4-നാണ്. റിസൾട്ട് ജനുവരി അവസാനം വരികയും ചെയ്യും. അടുത്ത വർഷം ജനുവരി 4-നാണ് എക്സാം. അതിൻ്റെ റിസൾട്ട് അടുത്ത വർഷം ജനുവരി അവസാനത്തോട് വരികയും ചെയ്തു. നിങ്ങൾ നോക്കുക, ഇപ്പം ജൂലൈ 10-ലേക്ക് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. ഓൾറെഡി നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കേസ്, ആപ്ലിക്കേഷൻ ക്ലോസ് ആകുന്ന ഡേറ്റ് ഡിസംബർ 5, എക്സാം ജാനുവരിയിലും അല്ലേ. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിലധികമുള്ള സമയം ഉണ്ട്. ഓൾറെഡി എഡക്സി ലേണിംഗ് മാസ്റ്റർ CAT കോച്ചിങ് പ്രോഗ്രാം റണ്ണിങ് ആണ്. നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. കാരണം CAT-നുള്ള കോച്ചിങ്, CUT, PGക്കുള്ള MBA എൻട്രൻസിൻ്റെ കോച്ചിങ്, അതുപോലെ തന്നെ സാറ്റിനുള്ള കോച്ചിങ്, ഇതൊക്കെ എഡക്സി ലേണിംഗ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ സിലബസിനെ കുറിച്ചാണ് പറയുന്നത്. സിലബസ് എങ്ങനെയാണ്, സാറ്റിൻ്റെ സിലബസ്, സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സിലബസ് എന്താണ് എന്നാണ് നമ്മൾ ഇനി പറയുന്നത്. ഓക്കെ, നമുക്ക് അതിൻ്റെ അത് 2 പാർട്ട് കാണാം. 2 പാർട്ട്, പാർട്ട് 1-ഉം പാർട്ട് 2-ഉം. പാർട്ട് 2 നിങ്ങൾ നോക്കുമ്പോൾ അറിയാമല്ലോ, ജനറൽ നോളജ് ആണ്. 20 ക്വസ്റ്റ്യൻ 10 മിനിറ്റ് ആണ്. പാർട്ട് 1-ലേക്ക് വരാം. നമ്മുടെ CAT-ൻ്റെയൊക്കെ അതേ ലെവലിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. വെർബൽ എബിലിറ്റി ആൻഡ് ലോജിക്കൽ റീസൺ നമുക്കറിയാം. VARC ഇവിടെ ഉണ്ട്, 26 ചോദ്യങ്ങളാണ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞ് 21 ചോദ്യങ്ങളുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് DA, അതായത് ക്വാണ്ടും DA ഇതുണ്ട് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കേസുകളാണ് നമുക്ക്. വെർബൽ എബിലിറ്റി ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട് ഇവിടെ. ഓക്കെ, വെർബൽ എബിലിറ്റിയും ലോജിക്കൽ റീസണിങ്ങിനും ഉണ്ട്. അത് 26 ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ 21 ചോദ്യങ്ങളുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് DA-ന്ന് 28 ചോദ്യങ്ങൾ. ഇതിനെല്ലാം കൂടെ 170 മിനിറ്റ്. ജനറൽ നോളജ് 20 ക്വസ്റ്റ്യൻ 10 മിനിറ്റ്. മൊത്തം എത്രയാണ്, 180 മിനിറ്റ് അല്ലേ. 180 മിനിറ്റ്, അതായത് ഒരു 3 മണിക്കൂറിൻ്റെ എക്സാമാണ് സാറ്റ് എന്ന് പറയുന്നത്, സേവിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നമ്മൾ CAT-ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, അവിടെ വെർബൽ എബിലിറ്റി ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, ക്വാണ്ട് ഉണ്ട്. ഇതൊക്കെ എവിടെയുണ്ട്, സാറ്റിലും ഉണ്ട്. പിന്നെ എക്സാമിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് നോക്കാം. ടോട്ടൽ 95 ചോദ്യങ്ങളാണ് ഉള്ളത്. 180 മിനിറ്റ് അല്ലേ. ഏകദേശം ഒരു 2 മിനിറ്റ് അടുപ്പിച്ചൊക്കെ എന്ത് കിട്ടും, 2 മിനിറ്റൊക്കെ നമുക്ക് എന്ത് ഒരു ക്വസ്റ്റ്യൻ 2 മിനിറ്റ് അടുപ്പിച്ച് നമുക്ക് എന്ത് ഒരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാൻ വേണ്ടി സമയം കിട്ടും. 5 ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. സാധാരണ MCQs-ൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് ആണ് ഉണ്ടാകുക. സാറ്റിൽ പക്ഷേ എത്ര ഓപ്ഷൻ ഉണ്ട്, 5 ഓപ്ഷൻസ് ഉണ്ട്. 5 ഓപ്ഷൻസ് കേട്ടോ. അത് പ്രത്യേകം സാറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഓർത്തിരിക്കുക. ഓൺലൈൻ എക്സാം ആണ്. ശരിയായ ഉത്തരത്തിന് 1 മാർക്ക് നമുക്കുണ്ട്. തെറ്റുത്തരമാണെങ്കിൽ 0.25 നെഗറ്റീവ് മാർക്ക് ഉണ്ട് കേട്ടോ. ശരി ഉത്തരത്തിനാണെങ്കിൽ 1 മാർക്ക്, തെറ്റുത്തരത്തിനാണെങ്കിൽ 0.25. പിന്നെ വേറൊരു കേസുണ്ട്, നമ്മൾ 8 ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതെ വിടുകയാണെങ്കിൽ അതിന് 0.10 എന്ന് പറയുന്നൊരു മാർക്ക് മൈനസ് ആകും. അതായത് ഒന്നുകൂടെ ഞാൻ പറയാം, ശരി ഉത്തരത്തിന് 1 മാർക്ക്, തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്ക് 0.25 ആണ്. 8 ചോദ്യങ്ങൾ അടുപ്പിച്ച് നമ്മൾ ആൻസർ ചെയ്യാതെ വിടുകയാണെങ്കിൽ 0.10 എന്ന് പറയുന്ന മാർക്ക് ഓരോ ക്വസ്റ്റ്യനും നെഗറ്റീവായിട്ട് പോകും. ഓക്കെ,
പിന്നെ GK സെക്ഷനിൽ എന്തില്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഇത് നമ്മുടെ 170 എന്ന് പറയുന്ന ഈ 170 മിനിറ്റ്സ് ഉള്ള ഫസ്റ്റ് സെഷൻ പാർട്ട് എയിലാണ് ഈ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കേട്ടോ. പാർട്ട് എയിലാണ് നെഗറ്റീവ് മാർക്ക് ഉള്ളത്. പാർട്ട് എയിലാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത്. അത് ഓർത്തോ കേട്ടോ. GK സെക്ഷനിൽ പാർട്ട് ബി എന്ന് പറയുന്നത് ഏതാ? GK ആ. അവിടെ നോ നെഗറ്റീവ് കേട്ടോ. നോ നെഗറ്റീവ് ആണ്. ഓക്കെ ക്ലിയർ ആണ്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിന്റെ കേസാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. ആപ്ലിക്കേഷൻ 2200 രൂപയാണ് ആപ്ലിക്കേഷന്റെ ഫീസ് വരുന്നത്. മാത്രമല്ല XLRAയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ശേഷം ഡിഫറെന്റ് പ്രോഗ്രാം ഉണ്ട്. ലേബർ ലോസ് ഉണ്ട്, ഫൈനാൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഡിഫറെന്റ് സ്പെഷ്യലൈസേഷൻ, ഡിഫറെന്റ് കോഴ്സുകളുണ്ട്. അവിടെ ഓരോ കോഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 200 രൂപ അഡീഷണലി നമ്മൾ പേ ചെയ്യേണ്ട വരും. 200 രൂപ അഡീഷണലി XLRA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പേ ചെയ്യണമെങ്കിൽ ഓരോ കോഴ്സും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ 200 രൂപ അഡീഷണലി പേ ചെയ്യേണ്ടി വരും. എക്സാമിന്റെ ഫീസ് എന്ന് പറയുക 2200 രൂപ ആണ്. ഇനി സാറ്റിൽ വരുന്ന പ്രധാനപ്പെട്ട ബി സ്കൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് XLRA ജംഷഡ്പൂർ ആൻഡ് ഡൽഹി. അതായത് രണ്ട് സ്ഥലങ്ങളിലാണ് ഉള്ളത്. ഒന്ന് ജംഷഡ്പൂരിലും 2 ഡൽഹിയിലും 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. XAMB ബി സ്കൂള്, പിന്നെ IMD ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജി ഗാസിയാബാദ്, IMD നാഗ്പൂർ, ഹൈദരാബാദ്, ഡൽഹി, കൊൽക്കത്ത, ഭുവനേശ്വർ, GM ഗോവ, FORE ഡൽഹി, GLIM ചെന്നൈ ആൻഡ് ഗുർഗാവ്, KJ സോമയ്യ മുംബൈ. അതായത് ഇന്ത്യയിൽ തന്നെ IIMs കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ല ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് എന്ത് നമ്മുടെ സാറ്റ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കേസാണ്. 250-ലധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ എൻട്രൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു എൻട്രൻസ് ആണ് സാറ്റ് എന്ന് പറയുന്നത്. 2 കേസാണുള്ള, പേപ്പർ 1ഉം പാർട്ട് 1ഉം പാർട്ട് 2 അല്ലേ. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ നമുക്കറിയാം നമ്മുടെ കാറ്റിന്റെ അതേ സിലബസ് ആണ് കാര്യങ്ങളൊക്കെ. പിന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഏരിയ അവിടെ വരുന്നുണ്ട്. ബിയിൽ ജനറൽ നോളജ് ആണ്, അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സാറ്റിൽ നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യുക. കാരണം നമ്മളിവിടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഡെക്സി ലേണിങ്ങിനോടൊപ്പം ഇപ്പൊ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഈ ഡേറ്റ്സ് നിങ്ങൾ നോക്കുക. ജൂലൈ 10 നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 5 വരെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാനുള്ള സമയമുണ്ട്. 20-ാം തീയതി അഡ്മിറ്റ് കാർഡ് വരും. ജനുവരിയിലാണ് എക്സാം. നമുക്കൊരു 6 മന്ത് എക്സാക്ട്ലി 5 to 6 മന്ത്സ് പ്രിപ്പറേഷൻ സമയമുണ്ട്. ഓക്കെ, എക്സാം ജനുവരിയിലാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഡെക്സി ലേണിങ്ങിനോടൊപ്പം മാസ്റ്റർ കാറ്റ് ബാച്ച് ജോയിൻ ചെയ്ത് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുക. നിങ്ങളുടെ ക്വയറീസിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.